ഹായ് നമസ്കാരം. വലിയൊരു പണക്കാരനാവുക എന്നത് ഏതൊരാളുടെയും ആഗ്രഹം തന്നെയാണ്. എന്നിട്ടും ഇന്നും പാവപ്പെട്ടവനായിട്ട് നിങ്ങൾ തുടരാനുള്ള പ്രധാനപ്പെട്ട 6 കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും മാത്രമല്ല എൻ്റെ കോഴ്സുകളെ കുറിച്ചും ഞാനുമായിട്ട് വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും മറക്കാതെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ചോദ്യം ഇതാണ്, വൈ ആർ യു കറൻറ്റ്ലി പുവർ? പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ, അതിൽ ഓരോ കാരണങ്ങൾ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻവെസ്റ്റിംഗ് യുവർ സെൽഫ് എന്നതാണ്. അതായത് നമ്മൾക്ക് ദിവസേന ജോലിയുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, അതിൽ ബാക്കിയാവും 100 രൂപയോ 200 രൂപയോ 300 രൂപയോ ഒക്കെ ബാക്കിയാവും, ചിലപ്പോൾ 1000 10,000 ഒക്കെ ബാക്കിയാവും. ബാക്കിയാവുന്ന പൈസ എടുത്തിട്ട് നമ്മൾ കൂടുതൽ ചെലവുകൾക്കായിട്ട് കൂടുതൽ സാധനങ്ങൾ, പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ, പക്ഷെ അത് ചെയ്യാത്ത ആൾക്കാർ വളരെയധികം കൂടുതലാണ്. ഒരുപാട് വീഡിയോകൾ കാണും, പക്ഷെ ആരും ചെയ്യില്ല. എത്ര പേര് ഈ വീഡിയോ കാണുന്നവർ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്? എത്ര പേര് ജോയിൻ ചെയ്തിട്ട്? എല്ലാം പോട്ടെ, ഗവൺമെൻറ്റിന് ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന, യോഗി മന്ദൻ യോജന എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്ത് കേവലം പെൻഷൻ സ്കീമാണ്. കേവലം 55 രൂപയെങ്കിലും ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് 55 രൂപ ഗവൺമെൻറ് വിടും, നമുക്ക് 60 വയസ്സ് നല്ലൊരു പെൻഷൻ കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ, ഒരു ഇൻഷുറൻസിലോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു 4-5 സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ RDയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോണ്ടുകളിലോ, സെക്യൂർഡ് ബോണ്ടുകളിലോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മാധ്യമത്തിൽ കുറച്ച് പൈസ 100 200 500 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഒരു 100 രൂപ 500 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കൂ. ഒരിക്കലും ഞാൻ എടുക്കില്ല, എൻ്റെ ഇത്ര വർഷം വരെ 20 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഞാൻ എന്ത് വന്നാലും ഞാൻ എടുക്കില്ല എന്നുള്ള ഉറച്ച മനസ്സോട് കൂടിയിട്ട് ബാക്കിയാവുന്ന തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാവാത്തതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നിങ്ങളെ പാവപ്പെട്ടവനായിട്ട് ഇപ്പോൾ തുടരുന്നതിൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട് വില്ലിംഗ് ടു ലേൺ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറല്ല എന്നതാണ് അടുത്തത്. അപ്ഡേറ്റ് ആവുന്നില്ല എന്നതാണ് അടുത്തത്. മീൻസ് 2017 വിനീഷ് രോഹിണി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. 2017 ഇന്ന് 2023 എത്തുമ്പോൾ ടെക്നോളജി ഒരുപാട് മാറി, ഒരുപാട് സിസ്റ്റംസ് വന്നു, പുതിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് വന്നു, എല്ലാം അപ്ഡേറ്റ് ആകുമ്പോൾ വിനീഷ് ഞാൻ പണ്ട് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് ഇന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ അറിവ് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ മേഖലയിലും അങ്ങാണ്. എഡ്യൂക്കേഷനാണെങ്കിലും മറ്റേതൊരു മെഡിക്കലാണെങ്കിലും മറ്റേതൊരു സെക്ടർ, IT ആണെങ്കിൽ ഏത് സെക്ടർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് ആയിരിക്കണം. അറിവ് നമ്മൾ എപ്പോഴും ആർജിച്ചു കൊണ്ടേയിരിക്കണം. അപ്ഡേറ്റഡ് അല്ലാത്തവനെ ചവിട്ടി പുറത്താക്കപ്പെടും. അവൻ എപ്പോഴും താഴെ തട്ടി തന്നെ തുടരും. സോ ദാറ്റ് നോട്ട് വില്ലിംഗ് ടു ലേൺ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങൾ കാലത്തിനനുസരിച്ചിട്ട് കോലം മാറുന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതുപോലെ കാലത്തിനനുസരിച്ചിട്ട് അറിവുകൾ ആർജിച്ചു കൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം, ഒരു ദിവസം ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ 1 മണിക്കൂറോ എങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതും നിങ്ങളെ പാവപ്പെട്ടവനായി തുടരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണപ്പെട്ട 2ആയി. നമ്പർ 3 എന്ന് പറയുന്നത് വേസ്റ്റിംഗ് മണി ഇൻ ബാഡ് ഹാബിറ്റ്സ്. അറിയാലോ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന്. വെറുതെ കാശ് എടുക്കുക, അപ്പോൾ മറ്റുള്ള ദുശീലങ്ങൾ, ഒരുപാട് ദുശീലങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ദുശീലങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴേക്കും കുറേ പൈസ എടുത്തിട്ട് ഒരു പവറിന് വേണ്ടി, എല്ലാവരും മുമ്പിൽ ഞാനൊന്ന് സെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ എടുത്തിട്ട് എല്ലാവർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി അവിടെ ഒരു സാധനം കണ്ടു, അപ്പോൾ ആ ഷോപ്പിലെ ആൾ പറഞ്ഞു ഇത് നല്ല സാധനമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക. ആ സാധനം വാങ്ങിക്കുക, അവസാനം 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒരു യൂസും ഇല്ലാതെ വീട്ടിൽ കിടക്കുക. സത്യമല്ലേ ഞാൻ പറഞ്ഞു? നിങ്ങളുടെ വീട്ടിൽ എത്രയോ സാധനങ്ങൾ, നിങ്ങൾക്ക് യൂസ് ഇല്ലാത്ത എത്രയോ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ശീലമുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ഒരാവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊരു മൊട്ടുസൂചിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ വെക്കരുത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ ഒരു
ബാഡ് ഹാബിറ്റ്സ് ആണ്. യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, യൂസ്ലെസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഫണ്ട് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, ഫണ്ട് കളയുക എന്നതൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടി മാത്രം, നിങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യത്തിന് മാത്രം, അതുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സാധനത്തിന് മാത്രം കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നത് മൂന്നാമത്തെ കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത് തിങ്കിങ് ഓൺലി ജോബ് വിൽ മേക്ക് യു റിച്ച്. നിങ്ങൾ ആകെ ചിന്തിക്കുന്നത്, എൻ്റെ ജോബ്, എനിക്ക് നല്ലൊരു ജോബ് ഉണ്ടല്ലോ, എനിക്ക് കുറേ കാശ് കിട്ടും, എനിക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകും, ഞാൻ കോടീശ്വരനാവും, ലക്ഷപ്രഭുവാകും, എൻ്റെ ശമ്പളം കൂടും, ഇപ്പം എനിക്ക് 10,000 ആണ്, അത് 20,000 ആവും, അത് 50,000 ആവും, 1,00,000 ആവും, ചിലപ്പോൾ ഞാൻ അങ്ങേ അറ്റം റിട്ടയർമെൻറ്റ് ചെയ്യാനാവുന്ന സമയത്ത് എനിക്ക് ഇത്രയും പൈസ കിട്ടും, കോടികളാവും എന്നുള്ള, ഞാൻ കോടീശ്വരനാവും എന്നുള്ള ചിന്താഗതി, ജോബിൽ നിന്നുള്ള ചിന്താഗതി ഒരിക്കലും അരുത്. ഒരിക്കലും ജോബ് ചെയ്തുകൊണ്ട് ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി കൂടുന്നതനുസരിച്ച് അതേപോലെ നിങ്ങൾക്ക് ചിലവും വരും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, ഇപ്പോൾ 50,000 1,00,000 രൂപ ഉള്ളവന് പോലും ഓരോ മാസവും ശമ്പളം കിട്ടിക്കഴിഞ്ഞ് അവസാനം നാളുകളാകുമ്പോഴേക്കും മറ്റുള്ളവൻ്റെ കീഴിൽ നിന്നോ മറ്റെവിടുന്നെങ്കിലോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ കടമെടുക്കേണ്ട അവസ്ഥയിലാണ്. സത്യമാണ് അല്ലേ? നിങ്ങൾ പല ആൾക്കാരും ഇല്ലേ, 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാരില്ലേ, 1,00,000 50,000 വാങ്ങിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ദെൻ ഇതാണ് നാലാമത്തെ കാര്യം. അതുകൊണ്ട് ജോബ് മാത്രമല്ല, ഒരു ആക്റ്റീവായിട്ടുള്ള ജോബുള്ള സമയത്ത് ഒരു പാസീവായിട്ടുള്ള വരുമാനം കൂടി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. 100 രൂപ 500 രൂപ 1000 രൂപ, കേവലം 1 രൂപയാണെങ്കിൽ പോലും മതി. അത് ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു വർക്കും ചെയ്യാതെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉറങ്ങുന്ന സമയത്തും വരുമാനം ഉണ്ടാക്കാനുള്ള ചില ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫൈൻ. ഇനി നമ്പർ 5 എന്ന് പറയുന്നത് ഓൺലി വൺ സോഴ്സ് ഓഫ് ഇൻകം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒറ്റ ജോബിൽ നിന്നുള്ള ഒരു വരുമാനം, അത് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണി. അല്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാണെങ്കിൽ ആ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടണം, വേറെ ഒരു മാർഗ്ഗവും ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ച്, എന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പണി കിട്ടും. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവും നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും പണി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പല സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പാസീവായിട്ടുള്ള ഇൻകം, നിരവധി പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക. ഒന്ന് മാത്രമല്ല, ഒരെണ്ണം ജനറേറ്റ് ചെയ്യുക, അതിലെ കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് അടുത്തത് ജനറേറ്റ് ചെയ്യുക, അതിലെ ഫണ്ട് ഉപയോഗിച്ച് വേറൊന്നും ജനറേറ്റ് ചെയ്യുക, അതിലെ ഫണ്ട് ഉപയോഗിച്ച് വേറൊന്നും ജനറേറ്റ് ചെയ്യുക. ഇങ്ങനെ പല തരത്തിലുള്ള പാസീവ് റവന്യൂസ് ഇങ്ങനെ സിസ്റ്റം ജനറേറ്റ് ചെയ്യുക. ഒരു ആക്റ്റീവായിട്ടുള്ള റവന്യൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ആക്റ്റീവായിട്ടുള്ള റവന്യൂ വരുമ്പോൾ ഒരുപാട് പാസീവ് റവന്യൂ. അപ്പോൾ നമുക്ക് ഒരു 30,000 ശമ്പളം കിട്ടുമ്പോൾ ഒരു 10 സ്ഥലങ്ങളിൽ നിന്ന് 3,000 വെച്ചിട്ട് 30,000 വേറെയും കിട്ടുന്നു. അപ്പോൾ ഈ 30,000 ഉണ്ട്, ആ 30,000 ഉണ്ട്. ഈ 30,000 എടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, ആ 30,000 കൊണ്ട് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഫണ്ടുണ്ടോ? ഫണ്ടുണ്ട്. ഈ 30,000 ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു കുഴപ്പമില്ല, എനിക്ക് വരുമാനമുണ്ട് എന്ന് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻറ്റ്, ഒരു പവർ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള പാവപ്പെട്ടവനായി തുടരാനുള്ള ഒരു കാരണം കൂടി. ദെൻ നമ്പർ 6 എന്ന് പറഞ്ഞാൽ നോ പാസീവ് ഇൻകം സ്ട്രീംസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നേരത്തെ ജോബിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാസീവ് ഇൻകം സ്ട്രീംസ് ഒന്നുമില്ല. അപ്പോൾ പാസീവ് ഇൻകം സ്ട്രീംസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണമായിരിക്കും അല്ലേ? പാസീവ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ കുറച്ച് സമയത്തേക്ക് 1 2 3 മണിക്കൂർ 2 3 4 ഡേയ്സ് നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു സെർട്ടൈൻ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയോ അതിനകത്ത് ഒരു സെർട്ടൈൻ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്നും ലോങ് ടേമിലേക്ക് ഇങ്ങനെ നമ്മൾക്ക് റിട്ടേൺസ് വന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. മീൻസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, മീൻസ് നമ്മൾ വേറെ എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ്സുകളാവാം, മീൻസ് വേറെ എന്തെങ്കിലും കമ്പനിയിലുള്ള നിങ്ങളുടെ ഷെയർസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റീസെല്ലിംഗ് ആവാം. അങ്ങനെ പല 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 പരിപാടികളുണ്ട്. അപ്പോൾ പാസീവായിട്ടുള്ള ഇൻകം സ്ട്രീംസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാസീവ് ഇൻകത്തിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. നിരവധി പാസീവ് ഇൻകം സ്ട്രീംസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ നമുക്ക് വെറുതെ കടന്നുറങ്ങുമ്പോൾ നമുക്ക് സുഖമായിട്ട് വരുമാനം ഉണ്ടാക്കണം. ഇത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, ഞാനിപ്പോൾ പുതിയൊരു സിസ്റ്റം കൂടി ഞാൻ അതിനെക്കുറിച്ച് കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എ സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ. മനസ്സിലായേ? സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ, SDO
എന്ന് പറയും. SDO, സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ വലിയ കോടീശ്വരന്മാരായ അംബാനി, അദാനി അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ ഇവരൊരു പക്ഷേ എവിടെയെങ്കിലും പോവുകയാണ്. ഞാൻ ഇപ്പോഴൊന്നും വരില്ല, ഞാൻ 5 കൊല്ലം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ അദാനി പോയി, 5 വർഷം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു. പക്ഷെ 5 വർഷം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്ഥാപനമോ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് പോയാലോ എന്തായിരിക്കും അവസ്ഥ? സ്ഥാപനം ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല, നമ്മൾക്ക് കടം മാത്രമേ ബാക്കി വരുമ്പോൾ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ചിട്ട് അദാനിയോ അംബാനിയോ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവരുടെ ജിയോ ഇവിടെ തന്നെ വർക്ക് ചെയ്യും, അവരുടെ കമ്പനീസ്, അവരുടെ എയർപോർട്ട് ഇവിടെ തന്നെ റൺ ചെയ്യും, അവരുടെ കാശ് അവരുടെ അക്കൗണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ വരുന്ന സമയത്ത് അവർക്ക് ആ പൈസ അവിടെ ഉണ്ടാവും. എന്താ? അവർ സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷനാണ്, അവർ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരില്ലെങ്കിലും അവരുടെ അഭാവത്തിൽ ആ ബിസിനസ് കൃത്യമായിട്ട് റൺ ചെയ്യും എന്നതാണ് പ്രത്യേകത. അപ്പോൾ അതിൻ്റെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് 6 കാര്യങ്ങളാണ്. നിങ്ങൾ ഇന്നും പാവപ്പെട്ടവനായി തുടരാനുള്ള 6 കാരണങ്ങൾ. ഈ 6 കാരണങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതിൽ നിന്നും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി നിങ്ങളെ എല്ലാവരും നല്ലൊരു പണക്കാരനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ ദാറ്റ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്, കോളേജ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാ ആൾക്കാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത്, ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുക. എന്തായാലും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മൈ നിഷ് ടോണി സൈനിങ് ഓഫ്. ബൈ.